നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ പുനരാലോചന വേണമെന്ന KSU ആവശ്യം മുഖ്യമന്ത്രി VD സതീശൻ തള്ളി. ജിയോണ ജെയിംസിനെ മാറ്റാൻ കഴിയില്ലെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറെ മുഖ്യമന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. 20 മിനിറ്റോളം അലോഷ്യസ് സേവ്യർ VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. ആശങ്കകൾ പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്നായിരുന്നു അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം. പ്ലീഡർ നിയമനത്തിൽ തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. സെക്രട്ടേറിയറ്റിൽ കൂടിക്കാഴ്ചയ്ക്കെത്തിയ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെ മുഖ്യമന്ത്രി നിലപാടറിയിച്ചു. ജിയോണ ജെയിംസിനെ മാറ്റണമെന്ന് അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനം പുനഃപരിശോധിക്കേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ജിയോണ ജെയിംസ് അടക്കമുള്ളവരുടെ പട്ടിക മുന്നോട്ട് കൊണ്ടുപോകാനും സർക്കാർ തീരുമാനിച്ചു. തുടക്കം മുതൽ KSUവിനുള്ള അതൃപ്തി അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചെങ്കിലും ഗൌരവത്തിലെടുക്കാൻ VD സതീശൻ തയ്യാറായില്ല. 20 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ KSU നേതാക്കൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കേട്ടതിനു ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിയെ എല്ലാ കാര്യങ്ങളും അറിയിച്ചെന്നും ഉചിതമായ തീരുമാനമുണ്ടാകുമെന്ന് കരുതുന്നതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അലോഷ്യസ് സേവ്യർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്കുള്ള ബോധ്യങ്ങൾ, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ അറിവുകൾ മുഴുവൻ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് സർക്കാരാണ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിൽ ഉചിതമായി KSUവിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ KSUവിന് കടുത്ത അമർഷമുണ്ടെന്നാണ് സൂചന. എന്നാൽ വിഷയം ആളിക്കത്തിക്കേണ്ടെന്ന KPCC നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കുകയാണ് KSU. 24 തിരുവനന്തപുരം. തലസ്ഥാന നഗരിയെ വിറപ്പിച്ച് പാറ്റകൾ. ഡൽഹിയെ പിടിച്ചുകുലുക്കിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം തണുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ഒത്തുതീർപ്പിന് CJP ഭാരവാഹികളുമായി കേന്ദ്രം ചർച്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വിദ്യാർത്ഥി പ്രക്ഷോഭം രാജ്യസഭയിൽ ഉയർത്തി. CJP പ്രതിഷേധവും നീറ്റ് ചോദ്യപേപ്പർ ക്രമക്കേടും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ MPമാർ നോട്ടീസ് നൽകി. ഇതുവരെ കണ്ടില്ലെന്ന് നടിച്ചിരുന്ന സമരത്തെ തണുപ്പിക്കാൻ ഒടുവിൽ നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിപ്പടരുമെന്ന് മനസ്സിലായപ്പോഴാണ് ഇടപെടൽ. ഉച്ചയ്ക്ക് 12 മണിയോടെ CJPയുടെ വക്താക്കളായ സൗരവ് ദാസും അശുതോഷ് റാങ്കയും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെ വസതിയിലെത്തി. സോനം വാങ്ചുക്കിനെ ഉടൻ മോചിപ്പിക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, നീറ്റ് ചോദ്യപേപ്പർ ക്രമക്കേടിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയ മെമ്മോറാണ്ടം CJP JP നദ്ദയ്ക്ക് നൽകി. ആവശ്യങ്ങൾ പരിഗണിക്കാൻ സമയം വേണമെന്ന് കേന്ദ്രം. അതുവരെ പിന്നോട്ടില്ലെന്ന് CJP. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം പ്രതിപക്ഷം ആയുധമാക്കി. चंदा चोरी तो है ही है, सब पोस्ट के समर्थक उधर बैठे हैं. आज यहाँ जंतर मंतर पे हजारों बच्चे वहाँ पर आए हैं. वहाँ लाठी चार्ज हो गया है. गवर्नमेंट मारने की कोशिश कर रही है, गवर्नमेंट दबाने की कोशिश कर रही है, गवर्नमेंट निकलने की कोशिश कर रही है. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, CPI, CPIM, ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭയിലും രാജ്യസഭയിലും വിഷയം ഏറ്റെടുത്തു. വിദ്യാർത്ഥി പ്രക്ഷോഭവും സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരവും പരീക്ഷാ ചോദ്യപേപ്പർ ക്രമക്കേടും ചർച്ച ചെയ്യാൻ കേന്ദ്രം തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് വൻ പ്രതിഷേധമാണ് ഇന്ന് സഭയ്ക്കകത്ത് നടന്നത്. 24 ഡൽഹി. യുവരോഷം. വിദ്യാർത്ഥികളെ അടിച്ചോടിച്ച് സർക്കാർ. പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് CJP. എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നു. പാറ്റകൾ പണി തുടങ്ങിയോ? എൻകൗണ്ടർ ഇന്ന് രാത്രി 7 മണിക്ക് 24-ൽ. ജന്തർ മന്ദറിലെ സമരവേദി പൊളിച്ചു നീക്കിയിട്ടും സമരം തുടരുമെന്നുള്ള CJPയുടെ പ്രഖ്യാപനം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നാടിന് നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് ജഡ്ജി കെന്നത്ത് ജോർജ് നിരീക്ഷിച്ചു. അർഹിച്ച ശിക്ഷ പ്രതിക്ക് കിട്ടിയെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു. സുധാകരന്റെ ഇളയ മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന വിധിന്യായത്തിൽ പരാമർശമുണ്ട്. പ്രതി ചെന്താമര മാനസാന്തരപ്പെടാൻ സാധ്യതയില്ലെന്നാണ് ലഭിച്ച റിപ്പോർട്ട്. കൊലപാതകത്തിന് വ്യക്തമായ പദ്ധതിയിട്ടെന്ന് സാക്ഷിമൊഴികളിൽ വ്യക്തം. കൊലപാതകത്തെ നിരന്തരം ന്യായീകരിച്ചു. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയെന്നും ശിക്ഷാവിധി പ്രഖ്യാപിച്ച് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി.
കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും കോടതിയുടെ നിരീക്ഷണം. അതിയായ സന്തോഷമുണ്ട്. കേരള സമുദായത്തിന് ഒരു നെട്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഇത്ര കൊലപാതകം നടത്തിയിട്ട് വെറുതെ ഒരാൾ പോകാൻ പാടില്ല. അത് സമൂഹത്തിന് ഒരു റോങ് സിഗ്നലാണ് പോവുക. അതുകൊണ്ടാണ് ഇയാൾ ഹാങ് ചെയ്യുന്നതെന്നുള്ളതടക്കം പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്നെന്നും അർഹിച്ച ശിക്ഷയാണ് പ്രതിക്ക് ലഭിച്ചതെന്നും ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരന്റെയും സജിതയുടെയും മക്കൾ പ്രതികരിച്ചു. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ ഇതാക്കി വക്കീലിന്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതിൽ ഇപ്പോഴും അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. എല്ലാവരോടും നന്ദി. പിഴത്തുകയായ 20 ലക്ഷം രൂപ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഇരകളുടെ കുടുംബത്തിന് ഇതുവരെ നഷ്ടപരിഹാരം നൽകാതിരുന്നത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സുധാകരനെയും മാതാവ് ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇരട്ടക്കൊലപാതകം നടന്ന് 1.5 വർഷത്തിനു ശേഷമാണ് കേസിലെ ശിക്ഷാവിധി. 24 പാലക്കാട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി ആർ.എൽ. നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതിയായ അധ്യാപകൻ ഡോക്ടർ M.K. റാം പിടിയിൽ. കർണാടകയിലെ കുടകിൽ നിന്ന് പിടികൂടിയ M.K. റാമിനെ കോടതി റിമാൻഡ് ചെയ്തു. ഇതിനിടെ കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെ നിതിൻ രാജിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. ആർ.എൽ. നിതിൻ രാജ് ജീവനൊടുക്കിയതിന് പിന്നാലെ ഒളിവിൽ പോയ അധ്യാപകൻ ഡോക്ടർ റാമിനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വിമർശനം ശക്തമായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയതിന് പിന്നാലെയാണ് റാമിനെ പിടികൂടാനുള്ള നീക്കം പോലീസ് ഊർജിതമാക്കിയത്. ഇന്ന് പുലർച്ചെ കുടകിൽ നിന്ന് കാറിൽ പോവുകയെന്ന റാമിനെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തടഞ്ഞ് പിടികൂടുകയായിരുന്നു. കീഴടങ്ങാൻ റാം കണ്ണൂരിലേക്ക് പുറപ്പെട്ടതായിരുന്നുവെന്നാണ് വിവരം. കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. നിതിൻ രാജ് വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ള പ്രതി ഡോക്ടർ റാമിനെ ഇന്ന് 9:20 മണിക്ക് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ സുധീർ അറസ്റ്റ് ചെയ്ത വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. ബാക്കി അറസ്റ്റിൻ്റെ നിയമ നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. നിതിൻ രാജ് ജീവനൊടുക്കി 3 മാസം കഴിഞ്ഞാണ് കേസിൽ 1-ാം പ്രതിയായ ഡോക്ടർ M.K. റാം പിടിയിലാകുന്നത്. താടി വെച്ച് രൂപമാറിയാണ് M.K. റാം ഒളിവിൽ കഴിഞ്ഞത്. കേസിൽ പോലീസ് കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്ന് നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇന്ന് നിതിൻ രാജിന്റെ കുടുംബം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തുടരന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. IG സജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. 100 ദിവസങ്ങളോളം എടുത്തു റാമിനെ അറസ്റ്റ് ചെയ്യാൻ. അവന്റെ കിരാതമായ ആ പ്രവൃത്തിയാൽ എൻ്റെ മകൻ സംശയാസ്പദമായി കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ടു. ഇതിന് പിന്നിൽ വീണ്ടും അധ്യാപകരുണ്ട്. പ്രിൻസിപ്പലിന്റെ റൂമിൽ നടന്ന ഇൻസിഡന്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ പോകുന്നത്. ഏപ്രിൽ 10-നായിരുന്നു 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. പിന്നാലെ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ M.K. റാം ഒളിവിൽ പോവുകയായിരുന്നു. 24 കണ്ണൂർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് SITക്ക് ഹൈക്കോടതി നിർദ്ദേശം. കട്ടിളപ്പാളി കേസിൽ അന്തിമ റിപ്പോർട്ട് 1 മാസത്തിനകം നൽകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ നിന്ന് പ്രതികൾ സ്വർണ്ണം മോഷ്ടിച്ച രീതി മനസ്സിലായെന്നും SIT കോടതിയിൽ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു. കട്ടിളപ്പാളി ദ്വാരപാലക ശില്പ കേസുകളിൽ ഉടൻ അന്തിമ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ നൽകാനാണ് ഹൈക്കോടതി SITക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച സാഹചര്യത്തിലാണ് ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ. ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ നിന്നും പാളികളിലെ സ്വർണം നീക്കം ചെയ്ത രീതി മനസ്സിലായി. ആദ്യ പാളികളിലെ സ്വർണത്തിന് ഗുണനിലവാരം എന്നിവ ബോധ്യപ്പെട്ടതായും SIT ഹൈക്കോടതിയെ അറിയിച്ചു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലയളവിൽ ദ്വാരപാലക പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ചതിൽ 54 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസ് സെപ്റ്റംബർ 3 വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ദേശാഭിമാനി വാരാന്ത പതിപ്പ് വിവാദത്തിൽ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി വാരാന്ത പതിപ്പ് എഡിറ്റർ KR അജയൻ. കള്ളൻ വിജയൻ ലേഖനത്തിൽ പാർട്ടി വിരുദ്ധത ഇല്ല എന്നാണ് KR അജയന്റെ മറുപടി. VS അനുസ്മരണ ലേഖനങ്ങളുള്ള പ്രത്യേക വാരാന്ത പതിപ്പ് വിവാദ ലേഖനം ഒഴിവാക്കിയായിരുന്നു ഇന്ന് പ്രസിദ്ധീകരിച്ചത്. വിവാദങ്ങൾ വിഷമിപ്പിച്ചെന്ന് VSന്റെ മകൻ VA അരുൺകുമാർ പ്രതികരിച്ചു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടെ നാടകപ്രവർത്തകനെ കുറിച്ചുള്ള ലേഖനവും ഉൾപ്പെടുത്തിയ സോഫ്റ്റ് കോപ്പി എഡിറ്റോറിയൽ ബോർഡിലെത്തിയപ്പോൾ വിവാദം മുൻകൂട്ടി കണ്ടാണ് വാരാന്ത പതിപ്പ് ഇന്നലെ പ്രസിദ്ധീകരിക്കുന്നത് മാറ്റിയത്. ഇന്ന് ലേഖനം ഒഴിവാക്കിയാണ് VS അനുസ്മരണ ലേഖനങ്ങളുള്ള പ്രത്യേക വാരാന്ത പതിപ്പ് ഇറക്കിയത്.
സാങ്കേതിക കാരണങ്ങളാലാണ് വാരാന്ത പതിപ്പ് ഇന്ന് പ്രസിദ്ധീകരിച്ചതെന്നായിരുന്നു CPIഎമ്മിന്റെയും ദേശാഭിമാനിയുടെയും വിശദീകരണം. അനാവശ്യ വിവാദം ഉണ്ടാക്കിയെന്ന വിലയിരുത്തലിലാണ് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർന്നതിലടക്കം വാരാന്ത പതിപ്പ് എഡിറ്ററോട് ദേശാഭിമാനി വിശദീകരണം തേടിയത്. കള്ളൻ വിജയൻ ലേഖനത്തിൽ പാർട്ടി വിരുദ്ധതയില്ലെന്നാണ് വാരാന്ത പതിപ്പ് എഡിറ്റർ KR അജയന്റെ മറുപടി. അനുയോജ്യമായ തലക്കെട്ടാണ് നൽകിയത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താമെന്നും KR അജയൻ മറുപടി നൽകി. പത്രം അച്ചടിക്കുന്നതിലും അച്ചടിക്കാത്തതിലും രാഷ്ട്രീയമുണ്ടെന്നായിരുന്നു VSന്റെ മകൻ VA അരുൺകുമാറിന്റെ പ്രതികരണം. പത്രം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്, പത്രം പ്രസിദ്ധീകരിക്കാതിരിക്കുന്നത് ഒരു രാഷ്ട്രീയമാണ്. VS അച്യുതാനന്ദന്റെ അനുസ്മരണ ലേഖനം താൻ കാരണം മാറ്റിവെച്ചതിൽ വിഷമമുണ്ടെന്ന് നാടക പ്രവർത്തകൻ കള്ളൻ വിജയൻ എന്ന S വിജയകുമാർ. അത് VSന്റെ വരാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം നമ്മളാരും VS ആരും നമ്മളെപ്പോലെ ഉള്ളവൻ്റെ നിമിത്തം അത് മാറ്റിവെച്ചെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ട്. വിവാദത്തിൽ ദേശാഭിമാനിക്കുള്ളിൽ നടപടി ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ. 24 തിരുവനന്തപുരം. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും PSC ആസ്ഥാനത്തെത്തി. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിന്റെ ഡെമോ പരിശോധിക്കാനാണ് SIT എത്തിയത്. ആലപ്പുഴയിൽ നടന്ന ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറിയ സംഭവം PSC ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കും. പരിശോധനയ്ക്കെത്തുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രത്യേക അന്വേഷണ സംഘ കത്ത് മുഖേന PSC അറിയിച്ചിരുന്നു. DVSP അജയ്നാഥൻ സംഘവുമാണ് PSC ആസ്ഥാനത്തെത്തിയത്. പരീക്ഷയുടെ രഹസ്യ സ്വഭാവം കണക്കിലെടുത്ത വിട്ടുനിൽക്കാനാകില്ലെന്നറിയിച്ച രേഖകളും പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവാദ പരീക്ഷയുടെ വിവരങ്ങൾ 7 ദിവസത്തിനകം ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ PSC ഹൈക്കോടതിയെ സമീപിക്കും. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ പരീക്ഷ മൂല്യനിർണ്ണയ ക്രമക്കേടിൽ പരാതി ഉന്നയിച്ചവരെ PSC ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. മൂല്യനിർണ്ണയത്തിൽ ക്രമക്കേട് നടന്നതായാണ് ഉദ്യോഗാർത്ഥികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനടിസ്ഥാനമായ രേഖകളും അവർ ഹാജരാക്കി. SP സിനി F ഡെന്നീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ആഭ്യന്തര വിജിലൻസ് SP അന്വേഷണം നടത്തുമെന്ന് PSC ബോർഡ് തീരുമാനം അട്ടിമറിച്ച പരീക്ഷാ കൺട്രോളർക്ക് കൈമാറാൻ ചെയർമാൻ നടത്തിയ ശ്രമങ്ങൾ നേരത്തെ വിവാദമായിരുന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ തുടരുകയാണ്. നിയമനത്തിൽ സർക്കാരിനെതിരെ CPIഎം തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്ന് കോൺഗ്രസ് ആരോപണം. കേന്ദ്ര നയത്തിന് കേരള സർക്കാർ പരവതാനി വിരിക്കുകയാണെന്ന വിമർശനം CPIഎം ആവർത്തിച്ചു. പുനഃസംഘടനാ ഹർജികളിൽ ഗൂഢാലോചനയുണ്ടെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ പറഞ്ഞു. 2 അമുസ്ലിം അംഗങ്ങളെ ഒഴിച്ചിട്ടാണ് കഴിഞ്ഞ LDF സർക്കാർ വഖഫ് ബോർഡിലേക്ക് നിയമനം നടത്തിയതെന്നും ഇത് ചോദ്യം ചെയ്താണ് BJP നേതാവ് ഷോൺ ജോർജിന്റെ ഹർജിയെന്നുമാണ് കോൺഗ്രസ് വാദം. എല്ലാ ഹർജികളും തള്ളണം എന്ന നിലപാടാണ് UDF സർക്കാരിന്റേതെന്ന് KP നൌഷാദ് അലി MLA. ഇവിടുത്തെ BJP സംസ്ഥാന സർക്കാരുകൾ പോലും തുടങ്ങി വെക്കുന്നതിന് മുമ്പ് ആ വഖഫ് ഭേദഗതി നിയമപ്രകാരം വഖഫ് ബോർഡിന് രൂപം നൽകിയ ആ സംഘികളുടെ ഇഷ്ടപാത്രമായി മാറിയ ഒരു സർക്കാരാണ്, കഴിഞ്ഞുപോയൊരു സർക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അവാസ്തവ പ്രചരണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് എന്ന് സദയം. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ സർക്കാരിനെതിരെ വിമർശനം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര നയത്തിന് കേരള സർക്കാർ പരവതാനി വിരിക്കുന്നെന്നും സംഘപരിവാർ അജണ്ടകൾക്ക് നിരന്തരം കീഴടങ്ങുന്നു എന്നുമാണ് വിമർശനം. CPIഎം മുഖപത്രം ദേശാഭിമാനി സമസ്ത വിഭാഗങ്ങളുടെ മുഖപത്രങ്ങളായ സുപ്രഭാതത്തിലും സിറാജിലുമാണ് ലേഖനം. വിഷയത്തിൽ സംഘപരിവാർ UDF നിലപാടുകൾ തമ്മിൽ വ്യത്യാസമില്ലെന്നും നേതാക്കൾ. സംഘപരിവാറിന്റെ വഖഫിനോടുള്ള നിലപാടും UDFന്റെ നിലപാടും തമ്മിൽ എന്താ വ്യത്യാസം? യാതൊരു വ്യത്യാസവുമില്ല. പറ്റിയ അന്തരീക്ഷമാണ്, നല്ല പദമുള്ള മണ്ണ്. അതാണ് സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ച് ഇന്ന് UDF ഭരിക്കുന്ന കേരളം. 4 ഹർജികളും വന്നത് ഒരേ ടേബിളിൽ നിന്നാണെന്നും അമുസ്ലിങ്ങളെ നിയമിക്കാനുള്ള നീക്കത്തിൽ ഗൂഢാലോചന നടന്നുവെന്നും വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. ഈ ഗവൺമെന്റ് ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് ഇങ്ങനെ വേലിമ കിടക്കുന്ന പാമ്പിനെടുത്ത് ചുവണ്ടിട്ടത്. പണ്ട് പറയുന്ന പോലെ നെല്ല് കാണാത്ത കോഴി അരി കണ്ട പോലെയാണ് സർക്കാരിന്റെ സ്ഥിതി. സർക്കാർ അനാവശ്യമായി ഇടപെടൽ നടത്തിയെന്നാണ് വഖഫ് ബോർഡ് പക്ഷം. 24 കൊച്ചി. അമേരിക്കൻ കമ്പനി കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ ധാരണ. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്ക് സർക്കാരിന്റെ ഇടപെടലിൽ പരിഹാരമുണ്ടായിരിക്കുകയാണ്. സംസ്ഥാനത്ത് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന കോറോ കമ്പനി നിലപാടെടുത്തതോടെയാണ് ജീവനക്കാർക്ക് 5 മാസത്തെ കൂടി ശമ്പളം നൽകാൻ ധാരണയായത്. 5 മാസത്തെ ഗ്രോസ് സാലറി മുഴുവൻ എംപ്ലോയീസിനും, അതായത് ആദ്യം കൊടുത്ത 2 മാസം കൂടാതെ ഗ്രോസ് സാലറി 5 മാസത്തേക്കുള്ളത് 26-ാം തീയതി തന്നെ കൊടുക്കാമെന്ന് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ചയ്ക്കുള്ളിൽ ആ ഗ്രോസ് ജീവനക്കാർ നമ്മൾ ആവശ്യപ്പെട്ട ആ തുക തരാമെന്ന് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്.
ജീവനക്കാരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ റിലീവിംഗ് ലെറ്റേഴ്സും അതർ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സും ജീവനക്കാർക്ക് ആവശ്യമായ എല്ലാ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സും കമ്പനി 26-ാം തീയതിക്ക് മുന്നേ കൊടുക്കുക. ഒരു അഡ്വേഴ്സ് റിമാർക്സും ഇല്ലാതെ തന്നെ അതോടൊപ്പം ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റിന് വളരെ ഗുണപ്രദമാകുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ചയിൽ ഉമാ തോമസ് MLA-യും തൊഴിലാളി സംഘടനാ നേതാക്കളും പങ്കെടുത്തു. സർക്കാരിന്റെ ഇടപെടലിൽ ആശ്വാസമെന്ന തൊഴിലാളികൾ. ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഈ കോറോ ഹെൽത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സൊല്യൂഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെ മിനിസ്റ്റർ എല്ലാ ഭാഗത്തും നോക്കിയിട്ടുണ്ട്. അതായത് കമ്പനി റീഓപ്പൺ ചെയ്യുന്നത്, റീലൊക്കേഷൻ ചെയ്യാൻ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങളൂടെ കേട്ട് ഇതേത് രീതിയിൽ ഏത് തലത്തിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി ഒരു ഇച്ഛാശക്തിയോടെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടാൻ കഴിഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിരിച്ചുവിടപ്പെട്ടവരിൽ ഒരു വിഭാഗത്തെ മറ്റിടങ്ങളിലേക്ക് പരിഗണിക്കാമെന്ന കമ്പനി ഉറപ്പു നൽകിയെങ്കിലും കമ്പനിയുടെ തൊഴിൽ ചൂഷണം ചൂണ്ടിക്കാട്ടി ഉദ്യോഗാർത്ഥികൾ പിന്മാറുകയായിരുന്നു. ഇതോടെയാണ് 7 മാസത്തെ സാലറിയും മറ്റ് സർട്ടിഫിക്കറ്റുകളും നൽകാമെന്ന ധാരണയിലേക്ക് കമ്പനി അധികൃതർ എത്തിയത്. 24 തിരുവനന്തപുരം. കസാഖിസ്ഥാനിൽ MBBS പഠിക്കാൻ പ്ലാനുള്ളവർക്ക് സംശയങ്ങൾ നേരിട്ട് തീർക്കാം. സംശയങ്ങൾ അവിടെ പഠിച്ച ഡോക്ടേഴ്സിനോട് നേരിട്ട് ചോദിക്കാം. 24 സ്റ്റഡി അബ്രോഡ് അതിന് അവസരമൊരുക്കുകയാണ്. കസാഖിസ്ഥാനിൽ MBBS പഠിച്ച് തിരിച്ചെത്തിയ ഡോക്ടേഴ്സുമായി നേരിട്ട് സംസാരിക്കാം. അവിടുത്തെ അനുഭവങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിക്കാൻ 24 സ്റ്റഡി അബ്രോഡ് അവസരമൊരുക്കുന്നു. FMG എങ്ങനെ എളുപ്പത്തിൽ വിജയിക്കാം, എന്തൊക്കെ പഠിക്കണം, ക്ലിനിക്കൽ എക്സ്പോഷർ, ഹോസ്റ്റൽ, അവിടുത്തെ ജീവിതം, ഇതൊക്കെ വിശദമായി ചോദിച്ചറിയാം. അവിടെ പഠിച്ച ഡോക്ടേഴ്സിനോട് നേരിട്ട് ചോദിച്ചറിയാനുള്ള അവസരമാണ് 24 സ്റ്റഡി അബ്രോഡ് ഒരുക്കുന്നത്. നാളെ 24 സ്റ്റഡി അബ്രോഡിന്റെ കൊച്ചിൻ ഓഫീസിലും ഈ മാസം 23-ാം തീയതി കോഴിക്കോട്ടെ ഓഫീസിലും എക്സ്പോ നടക്കുന്നുണ്ട്. ഇവിടെ വെച്ച് ഈ വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഈ എക്സ്പോ നടക്കുക. വേഗം തന്നെ രജിസ്റ്റർ ചെയ്യൂ. സീറ്റുകൾ പരിമിതം. 24 സ്റ്റഡി അബ്രോഡ്, യുവർ ട്രസ്റ്റഡ് സ്റ്റഡി അബ്രോഡ് പാർട്ട്ണർ. കോൺടാക്ട് നമ്പർ 9001 9001 56 8000 8001 20 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ലോക ഫൈനലിലെ അർജന്റീനിയൻ താരങ്ങളുടെ പെരുമാറ്റത്തിനെതിരെ പരക്കെ വിമർശനം. ഫൈനൽ വിസിലിന് ശേഷവും സ്പാനിഷ് ടീം അംഗങ്ങളുമായി അർജന്റീന താരങ്ങൾ കൊമ്പുകോർക്കുകയായിരുന്നു. കളിയിൽ മാത്രമല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റിലും വട്ടപൂജ്യമായിരുന്നു ഫൈനലിലെ അർജന്റീന. മത്സരത്തിലുടനീളം പന്ത് കിട്ടാത്തതിൽ താരങ്ങൾ രോഷാകുലരായിരുന്നു. കളി കഴിഞ്ഞതും സ്പാനിഷ് സംഘവുമായി അർജന്റീനിയൻ താരങ്ങൾ കൊമ്പുകോർത്തു. സ്പെയിൻ നായകൻ റോഡ്രിയുമായി മൊളീന വാക്കേറ്റമുണ്ടാക്കി, നെഞ്ചിൽ പിടിച്ചു തള്ളി. പിന്നാലെ ഒട്ടാമെന്റി എത്തി റോഡ്രിയോട് കയർത്തു. നിന്റെ കരച്ചിൽ ഇനിയും കഴിഞ്ഞില്ല എന്നായിരുന്നു ഒട്ടാമെന്റിയുടെ പരിഹാസ ചോദ്യം. പിന്നീട് കൂട്ടത്തിലെ ഇടിക്കാരനെത്തി, ലിയനാർഡോ പരേഡസ്. ഗാവിയെയും പെഡ്രിയെയും തള്ളി വീഴ്ത്തി. അരിശം പൂണ്ട് ചവിട്ടാനോങ്ങി. റെഡ് കാർഡ് നൽകിയിട്ടും റഫറിയുടെ കയ്യിൽ ഒതുങ്ങാതിരുന്നതോടെ പരിശീലകൻ ലയണൽ സ്കലോണി എത്തിയാണ് പരേഡസിനെ പിടിച്ചുമാറ്റിയത്. എന്നിട്ടും സിൽവർ മെഡൽ വാങ്ങാനെത്തിയ മെസ്സിക്കും കൂട്ടർക്കും സ്പെയിൻ താരങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകി. മെഡൽ വാങ്ങി തിരിച്ചു നടന്ന താരങ്ങൾ സ്പെയിന് ആ ബഹുമാനം തിരികെ നൽകിയില്ല. സ്പാനിഷ് താരങ്ങൾ കിരീടമുയർത്തുമ്പോൾ അർജന്റീനയുടെ കളിക്കാർ ഗ്രൗണ്ടിന് പല ഭാഗത്തേക്കും പോയി. വലിയ വിമർശനമാണ് ഈ മോശം പെരുമാറ്റത്തിനെതിരെ ഉയരുന്നത്. ടൂർണമെന്റിലുടനീളം അർജന്റീന പുറത്തെടുത്ത പരുക്കൻ അടവുകളും അച്ചടക്കമില്ലായ്മയും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അതുവരെ ഭാഗ്യം തുണച്ചെങ്കിലും ഫൈനലിൽ എൻസോ ഫെർണാണ്ടസിന് കിട്ടിയ റെഡ് കാർഡിന്റെ രൂപത്തിൽ പലിശയും തീർത്ത് മുട്ടൻ പണിയായിരുന്നു അർജന്റീനയെ കാത്തിരുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ഈ പൊതുജന കഴുതയിലെ സർ എന്ന പരിപാടി കാണാം. ഗൂഗിൾ രവി എത്തും.